ഹലോ, നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ രാവിലത്തെ പണികളൊക്കെ, അതായത് വീട് ക്ലീനിങ്, മോൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറുമ്പോഴത്തേനും അമ്മ ദാ ഇത്രയും സംഭവങ്ങളോടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. ഉച്ചക്കത്തേക്ക് കറി ഉണ്ടാക്കാനായിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ അതിന് വേണ്ട സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ട പാത്രങ്ങളും ദാ കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട പണി മാത്രമാണ് എനിക്കുള്ളത്. ചിക്കൻ കറി ഉണ്ടാക്കാൻ എന്തിനാ നെയ്യ് ഒഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? നമ്മളുണ്ടല്ലോ ഇവിടെ ബിരിയാണി എപ്പോഴും ഉണ്ടാക്കാറുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേങ്കിൽ ഗീ റൈസ് അങ്ങനെ ഉണ്ടാക്കാറേ ഇല്ല കേട്ടോ. എല്ലാവരും ഒരേപോലെ ഇഷ്ടത്തോടെ കഴിക്കുന്നത് ബിരിയാണി തന്നെയാണ്. പക്ഷേങ്കിൽ എനിക്ക് ഒരു പൊടിക്ക് ഗീ റൈസിനോടാണ് ഇഷ്ടം കൂടുതൽ. വല്ലപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കണ്ടേ? അങ്ങനെ ഇന്നിപ്പോൾ ചിക്കൻ വാങ്ങിച്ചപ്പോഴേ വിചാരിച്ചു എന്തായാലും ഇന്നിപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ കാര്യം എന്ന്. അതിനായിട്ടാണ് കേട്ടോ അതാ ഇപ്പം ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതും ഓരോരുത്തരുണ്ടാക്കുന്നതും ഓരോ രീതിയിലായിരിക്കുമല്ലോ. നമ്മളും ഇവിടെ 2-3 രീതിയിലേക്ക് ഗീ റൈസ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഉണ്ടല്ലോ നെയ്യ് ഒഴിച്ച് ചൂടായി വന്ന പൈലേക്ക് പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചേർത്തു. പിന്നെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. എന്നിട്ട് അതിലേക്ക് ഗീ റൈസിന്, അതായത് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന അളവിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നാരങ്ങാനീരും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ചേർത്ത് ഇളക്കിയിട്ട് വെള്ളം നന്നായിട്ട് ചൂടായി വന്ന സമയത്താണ് കേട്ടോ അരി ചേർത്തത്. അരി ചേർത്തിട്ടും പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതിൽ അരിയുടെ വെള്ളം എല്ലാം വറ്റി വരണ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ദമ്മിടാറുള്ളത് ഞാൻ മുൻപും വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. അടിയിൽ ദോശക്കല്ലും മുകളിൽ ഇതാ ചൂടുവെള്ളം, തിളപ്പിച്ചെടുത്ത ചൂടുവെള്ളം കൂടെ മുകളിൽ വെക്കും. എന്നിട്ട് അരമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ട് കത്തിച്ചിട്ട് വെക്കും. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതേ രീതിയിൽ തന്നെ ഒരു അരമണിക്കൂറോടെ വെക്കും കേട്ടോ. ഗീ റൈസിന്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നിന്നത്. ഇനിയിപ്പോൾ ആ ഗീ റൈസ് സെറ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ എടുക്കുമല്ലോ. ആ സമയം കൊണ്ട് ചിക്കൻ കറിയും റെഡി ആവുമല്ലോ. ചിക്കൻ കറി ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഓരോ രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ മീനും ചിക്കനും തന്നെയാണ് ഇവിടെ കൂടുതലായിട്ടും വാങ്ങാറുള്ളത്. അപ്പോൾ ടേസ്റ്റ് ഡിഫറെൻ്റ് ആവട്ടെ വേണം എന്നുള്ളത് കൊണ്ട് ഓരോ സമയത്തും ഓരോ രീതിയിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആദ്യം കറിവേപ്പിലയും പച്ചമുളകുമാണ് ചേർത്തത്. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള സവാളയും കുറച്ച് ചെറിയുള്ളി അതിനതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തേ. എന്നിട്ട് അതിലേക്ക് ചേർത്തത് കുറച്ച് കൂടുതൽ തന്നെ കുരുമുളകിൻ്റെ 4-1 ആയിട്ട് ചെറിയ ജീരകവും കൂടെ പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തക്കാളിയും ചെറിയ സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത പേസ്റ്റ് കൂടിയാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളിയും സവാളയെല്ലാം ഇതുപോലെ അരച്ച് ചേർക്കുമ്പോൾ കറി നല്ല തിക്കായി ടേസ്റ്റിൽ വരുവേ. അപ്പോൾ അതിൻ്റെ എല്ലാം പച്ചമണം പോയി നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇനി അതിലേക്ക് പൊടികൾ കൂടെ ചേർക്കാം. ഞാനിവിടെ കാശ്മീർ ചില്ലി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. അത് വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ, കാരണം നമ്മൾ കുരുമുളക് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം പോയി വരുന്നത് വരെയും 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്തിട്ട് കൂടെ തന്നെ പച്ചമുളകും തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. തക്കാളി നമ്മൾ നേരത്തെ അരച്ചാണ് ചേർത്തത്. വലിയ സൈസിലുള്ള തക്കാളി ആയതുകൊണ്ട് ഞാൻ പകുതിയാണ് അരയ്ക്കാനായിട്ട് ഉപയോഗിച്ചത്. അതിൻ്റെ ബാക്കി പകുതിയാണ് കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ചേർത്തത്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് 4-5 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കൻ നന്നായി ചുരുണ്ട് വരുന്നത് വരെയും ഇളക്കിയെടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. 5-6 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുമ്പോഴത്തേനും ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളമൊക്കെ വന്ന് തുടങ്ങുമല്ലോ. ഈ സമയത്തിന് ഇതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ചേർക്കണത്. ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് വെള്ളം ചൂടായിട്ട് വരാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതുകൂടെ ചേർക്കുന്നുണ്ട്. ചേർത്ത് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം. തക്കാളിയും സവാളയും അരച്ച് ചേർത്തത് കൊണ്ട് കറി നല്ല തിക്കായിട്ട് വരുവേ. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചിക്കൻ വെന്ത് വരുമ്പോഴത്തേനും ഈ വെള്ളമെല്ലാം വെറ്റിയിട്ട് കറി നമുക്ക് വേണ്ട ഒരു തിക്നെസ്സിൽ തന്നെ വരും കേട്ടോ. ഈ ഒരു സമയമാകുമ്പോഴത്തേനും എന്താ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഗീ റൈസ് നമ്മൾ അടിയിൽ ദോശക്കല്ല് മുകളിൽ ചൂടുവെള്ളമായിട്ട് വെച്ചിരുന്നല്ലോ. അപ്പോൾ അതുകൂടെ എടുത്ത് മാറ്റിയിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി വെക്കുന്നുണ്ട്. ചിക്കനും ഇതാ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതാ കുറച്ച് വെള്ളത്തോടെ കൂടെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് കുറച്ച് സമയം അടച്ചു വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചൂടാറി വരുമ്പോഴത്തേനും ഇതിൻ്റെ വെള്ളം കുറച്ചുകൂടെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് വേണ്ട പരുവത്തിലൊന്ന് സെറ്റായി വരുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ വിഷ്ണുവിന് ഗീ റൈസിനോട് കുറച്ച് ഇഷ്ടക്കുറവുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ അമ്മ കുറച്ച് ചോറ് കൂടെ വെച്ചിരുന്നു കേട്ടോ. അത് കമഴ്ത്തി വെച്ചിരുന്നത് ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ കാണിച്ചിരുന്നല്ലോ. മാത്രമല്ല കുറച്ച് സാലഡും മാങ്ങച്ചാറും പപ്പടവും കൂടെ വറുത്തെടുത്തപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് അങ്ങോട്ട് റെഡിയായി. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വിട്ടുപോവല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.